ചോദിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ രണ്ടിന്റെ കള്ളി വിളിച്ചതായത്. രണ്ടിനോടും ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ തന്നെ ബാഗും സാധനങ്ങളും എടുത്ത് 2 സ്ഥലം വിടുകയും ചെയ്തു. പ്രായം കൂടിപ്പോയതുകൊണ്ടേ ഈ കൈ കൊണ്ട് നിങ്ങളെ ഞാൻ തല്ലുന്നില്ല. പക്ഷേ മൂർത്തി, അയ്യോ, കൊന്നുകളയും ഞാൻ. ദേ 24 മണിക്കൂർ സമയം ഞാൻ നിങ്ങക്ക് തരും. സത്യം പറയണോ അതോ മരിക്കണോന്ന് നിങ്ങൾ തീരുമാനിക്ക്. വാ. അമ്മേ, 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 എഴുന്നേക്ക്. അഡ്വക്കേറ്റ് ഗോകുൽരാജ് അല്ലേ? അതെ. ഐ എം അഡ്വക്കേറ്റ് റാം മോഹൻ. നൈസ് ടു മീറ്റ് യു. അനിരുദ്ധം കേസിൽ പുതിയ ഡിഫൻസ് ഞാനാണ്. ഓ, പരിചയപ്പെടാൻ കഴിഞ്ഞ സന്തോഷം. ഏത് കേസും പുഷ്പം പോലെ ജയിക്കുന്ന അഡ്വക്കേറ്റ് ഗോകുൽരാജിനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ നിങ്ങൾ ജയിക്കുമെന്ന് തോന്നുന്നില്ല. താങ്കളെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. ഒരിക്കൽ പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റിന്റെ പേരിൽ ബാർ കൗൺസിൽ താങ്കളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരു സസ്പെൻഷനിലൊക്കെ എന്തിരിക്കുന്നു? താങ്കൾക്കൊന്നുമില്ലായിരിക്കാം. പക്ഷേ എനിക്കതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് മിസ്റ്റർ രാംമോഹൻ. സത്യത്തിന് നിരക്കാത്തതൊന്നും ഞാൻ ചെയ്യാറില്ല. സത്യവും നീതിയും അല്ല കോടതിക്ക് വേണ്ടത്, തെളിവുകളാണ്. കേസ് ജയിക്കാനുള്ള സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും മാത്രമേ കോടതി പരിഗണിക്കൂ. എന്തായാലും ഈ കേസ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു കറുത്ത അധ്യായം തന്നെയായിരിക്കും. സത്യത്തിന്റെ മുഖം അല്പം വിരൂപമാണെങ്കിലും കോടതിക്ക് മുൻപിൽ അത് സ്വർണം പോലെ തിളങ്ങും, സൂര്യനെ പോലെ പ്രകാശിക്കും. ഏത് സൂര്യനും രാത്രിയായാൽ ഇല്ലാതാവും. അവിടെ താങ്കൾക്ക് തെറ്റി. രാത്രി വന്നാലും സൂര്യൻ അവിടെ തന്നെ ഉണ്ടാവും. അടുത്ത ദിവസം രാവിലെ കൂടുതൽ ശോഭയോടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. നിങ്ങൾ എത്രയൊക്കെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചാലും അനിരുദ്ധം കേസിൽ നിന്ന് ആവന്തികയെ ഞാൻ രക്ഷിച്ചിരിക്കും. താങ്കളുടെ കക്ഷിയെ ജയിപ്പിക്കാനുള്ള എല്ലാ അവകാശവും താങ്കൾക്കുണ്ട്. അതിനുവേണ്ടി താങ്കൾക്ക് പരിശ്രമിക്കാം. പക്ഷേ ഒരിക്കൽ ബാർ കൗൺസിൽ നിങ്ങളെ സസ്പെൻഡ് ചെയ്ത് എന്തിനാണെന്ന് ഒരിക്കൽ കൂടി ഓർക്കുന്നത് നന്നായിരിക്കും. താങ്കളത് മറന്നുപോയെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം. വ്യാജരേഖകൾ ചമച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിനും സ്വന്തം കക്ഷിയുടെ പണം തട്ടിയെടുത്തതിനും ക്ലയന്റിന്റെ രഹസ്യ വിവരങ്ങൾ ദുരുപയോഗം ചെയ്തതിനും. ശരിയല്ലേ? ഇതൊക്കെ താങ്കൾക്ക് ഇവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം. ഈ കേസ് ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം വാദിക്കുന്നത്. ശരി, നമുക്ക് കാണാം. ഈ കേസിന്റെ അങ്ങേയറ്റം വരെ കണ്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇനിയൊന്നും കാണാനുമില്ല, കാണിക്കാനുമില്ല സാറേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എന്താ സർ പ്രശ്നം? അതാരാ? അതാണ് അഡ്വക്കേറ്റ് രാംമോഹൻ, അവന്തികയുടെ പുതിയ അഡ്വക്കേറ്റ്. ഓ, അത് ഇയാളാണോ? അല്ല, അയാൾ എന്തിനാ സാറിനോട്? എന്നെ ഒന്ന് വെല്ലുവിളിക്കാൻ നോക്കിയതാ. ഈ കേസില് ഞാൻ തോക്കുമെന്ന് അദ്ദേഹം പറയുന്നത്. അത് സാറിന് അയാൾക്ക് ശരിക്കും അറിയാത്തതുകൊണ്ട് പറഞ്ഞതാ. ഈ കേസ് സാറ് തന്നെ ജയിക്കും. അങ്ങനെ പ്രത്യേകമായൊരു വാശിയോടുകൂടി ഞാൻ ഇന്നും ഒരു കേസും വാദിച്ചിട്ടില്ല. പക്ഷേ ഈ കേസ് അതെനിക്കൊരല്പം പേഴ്സണൽ കൂടിയാ. കാരണം ഈ കേസ് ഞാൻ വാദിക്കുന്നത് എൻ്റെ സമൃദ്ധിക്ക് വേണ്ടിയാ. സാർ, എനിക്ക് മനസ്സിലായില്ല. സമൃദ്ധിയോടുള്ള എൻ്റെ പ്രായശ്ചിത്തമാണെന്ന് കരുതിയാൽ മതി.
ഇതാരെ സമൃദ്ധയോ? എന്താ മുന്നറിയിപ്പൊന്നും ഇല്ലാതെ? വാ. ഒരുപാട് നാളായല്ലോ ഞാനിങ്ങോട്ട് വന്നിട്ട്. ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോ അവന്തിക വന്നൊന്ന് കാണാന്ന് വിചാരിച്ചു. ഇരിക്ക്. അതേതായാലും നന്നായി കേട്ടോ. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കായിരുന്നു. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? എന്തായാലും മതി. ഞാനിപ്പോ എടുത്തിട്ട് വരാം. അതെന്തിനാ അവന്തിക പോകുന്നേ? സഹായത്തിന് ആ അമ്മായി മോള് ഇവിടെ ഉണ്ടല്ലോ. ഉണ്ടായിരുന്നു, പക്ഷേ അവരെ ഞാനങ്ങ് പറഞ്ഞു വിട്ടു. അതെന്തു പറ്റി? അതൊക്കെ പറയാം. ആദ്യം കുടിക്കാൻ എന്തേലും എടുക്കട്ടെ. രാജീവ്, ഞാനിവിടെ എത്തി. ഓക്കെ, സൂക്ഷിക്കണം. താങ്ക് യു. അല്ല, ഈ അമ്മായി മോളെ എന്തിനാ പറഞ്ഞു വിട്ടെ? അവര് അവന്തിക്കൊരു ഹെൽപ്പായിരുന്നില്ലേ? അല്ല, രണ്ടും മഹാകള്ളികളായിരുന്നു. ഇപ്പൊ വന്ന കേസിന്റെയൊക്കെ പിന്നിൽ അവരാണോന്ന് പോലും എനിക്ക് ബലമായ സംശയമുണ്ട്. ഓ, ആണോ? എന്നിട്ട് അവന്തിക അവരോടൊന്നും ചോദിച്ചില്ലേ? ചോദിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ രണ്ടിനെ കള്ളി വിളിച്ചതായത്. രണ്ടിനോടും ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ തന്നെ ബാഗും സാധനങ്ങളും എടുത്ത് 2 സ്ഥലം വിടുകയും ചെയ്തു. ശരിക്കും അവര് തന്നെയാണോ ആ കേസിന്റെ ഒക്കെ പിന്നില്? അവര് മാത്രമാവാൻ വഴിയില്ല. അവരുടെ കയ്യില് അതിനുള്ള സാമ്പത്തികമൊന്നും ഇല്ല. പക്ഷേ അവർക്ക് പിന്നിൽ മറ്റാരോ ഉണ്ട്. അവരുമായി ഒരു ബന്ധമില്ലാത്തൊരു സുഗതൻ മേനോനാ ഈ കേസ് കൊടുത്തിരിക്കുന്നത്.